നമസ്കാരം എൻ ടി വിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും എക്സ്പേർട്ട് അഡ്വൈസിലേക്ക് സ്വാഗതം. ഞാൻ ഡയന സുമൻ. നമ്മളോടൊപ്പം തത്സമയം സ്റ്റുഡിയോയിലുള്ളത് CA ജെയ്സൺ മണ്ഡപത്തിൽ ആണ് ഫ്രം ഹുസൈൻ അൽ ഷംസി ചാർട്ടേഡ് അക്കൗണ്ടൻസ്. വെൽക്കം ടു എക്സ്പേർട്ട് അഡ്വൈസ്. സോ ഇറ്റ്സ് എ പ്ലഷർ ഹാവിങ് യു വിത്ത് അസ്. കാരണം ഒരുപാട് സംശയങ്ങൾ ഇപ്പോൾ നമുക്ക് കോർപ്പറേറ്റ് ടാക്സ് ആവട്ടെ മറ്റൊരുപാട് സംരംഭകർക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് സംശയമായിട്ടാണ് നമ്മളിവിടെ ഇരിക്കുന്നത്. സോ ആദ്യം തന്നെ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ദ ബേസിക് ക്വസ്റ്റ്യൻ. നമ്മുടെ പ്രേക്ഷകർക്ക് ഡെഫിനറ്റ്ലി കോൺടാക്ട് ചെയ്യാം ഓൺ ദ നമ്പേഴ്സ് മെൻഷൻ ബിലോ. ലൈവിൽ നിങ്ങളുടെ കോൾ എടുത്തില്ല എങ്കിലും യു ക്യാൻ ഡെഫിനറ്റ്ലി ടെക്സ്റ്റ് ആൻഡ് ഗെറ്റ് ദ ബെസ്റ്റ് അഡ്വൈസ് ഫ്രം ഹിം. ആദ്യത്തെ ചോദ്യം, വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ വാറ്റ് ആൻഡ് കോർപ്പറേറ്റ് ടാക്സ്? VAT എന്ന് പറയുന്നത് നമ്മുടെ വാല്യൂ ആഡഡ് ടാക്സേഷൻ. ഇറ്റ് ഈസ് ആൻ ഇൻഡയറക്റ്റ് ടാക്സേഷൻ. അതായത് നമ്മുടെ സെയിലിലും എല്ലാ പെർച്ചേസിലും ഇമ്പോസ് ചെയ്യുന്ന ഒരു ടാക്സേഷൻ ആണിത്. 5% ഓൺ യുവർ സെയിൽസ് ഓർ 5% ഓൺ യുവർ പെർച്ചേസസ്. ലോക്കൽ ആവും, എക്സ്പോർട്ട് ഒക്കെ ആണെങ്കിൽ നമുക്ക് 0%. അപ്പോൾ ഇൻ സിമ്പിൾ ടേംസ് നമ്മളൊരു കടയിൽ പോയി ഒരു ജ്യൂസോ എന്തെങ്കിലും വാങ്ങിക്കുമ്പോൾ ബില്ലിൽ തന്നെ നമുക്ക് 5% കൊടുക്കേണ്ടി വരും. ആൻഡ് ദിസ് ഈസ് ആൻ ഇൻഡയറക്റ്റ് ടാക്സേഷൻ. അതായത് ഒരു ബിസിനസ്സിന് ഇതൊരു എക്സ്പെൻസോ ഇൻകം അല്ല, മറിച്ച് ആരാണോ ഫൈനൽ കൺസ്യൂമർ അവർക്ക് വരുന്നൊരു എക്സ്പെൻസ് ആണ് ഈ വാല്യൂ ആഡഡ് ടാക്സ് എന്ന് പറയുന്നത്. മറിച്ച് കോർപ്പറേറ്റ് ടാക്സസ് ടാക്സേഷൻ ഓൺ യുവർ ബിസിനസ്സസ് അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റ് ഇൻകം, യുവർ ബിസിനസ്സസ് പ്രോഫിറ്റിൽ ഉണ്ടാവുന്നൊരു ഓർ അതിൻ്റെ മേൽ ചാർജ് ചെയ്യുന്നൊരു ടാക്സേഷൻ ആണ് കോർപ്പറേറ്റ് ടാക്സ്. ആൻഡ് ദിസ് ഈസ് എ ഡയറക്റ്റ് ടാക്സ്. അതായത് നിങ്ങളുടെ ഡയറക്റ്റ് പ്രോഫിറ്റിലോട്ട് അല്ലെങ്കിൽ ഡയറക്റ്റ് ഇൻകമിലോട്ട് തന്നെ ചാർജ് ചെയ്യാൻ പോകുന്ന ഒരു ടാക്സേഷൻ ആണ് ഈ 9% കോർപ്പറേറ്റ് ടാക്സ്. ഓക്കെ. ആൻഡ് കോർപ്പറേറ്റ് ടാക്സ് നമ്മൾ കൂടുതലും കാണുന്നത് ലാർജ് ബിസിനസ്സുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഡസ് ഇറ്റ് അപ്ലൈ ജസ്റ്റ് ഫോർ ദ ബിഗ് എന്റർപ്രൈസസ് ഓർ ഡസ് ഇറ്റ് ഓൾസോ അപ്ലൈ ടു ഫ്രീലാൻസേഴ്സ് ആട്ടെ അല്ലെങ്കിൽ സിംഗിൾ സോൾ ഓണർഷിപ്പ് കമ്പനീസ് ആട്ടെ അങ്ങനെയുള്ളവർക്കും ഇത് ആപ്ലിക്കബിൾ ആണോ? റൈറ്റ്, ദാറ്റ് ഈസ് ഓൾസോ വെരി വാലിഡ് ക്വസ്റ്റ്യൻ. കാരണം ഈ ലോയിൻ്റെ പേരെന്ന് വെച്ചാൽ ടാക്സേഷൻ ഓഫ് കോർപ്പറേഷൻസ് ആൻഡ് ബിസിനസ്സസ്. അതായത് വലിയ കോർപ്പറേറ്റ്സും ആൻഡ് ചെറിയ കോർപ്പറേറ്റ് അല്ല ചെറിയൊരു ബിസിനസ് ആയാലും ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ ടു ദം. അപ്പോൾ ബിസിനസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ക്യാൻ ബി വലിയൊരു കോർപ്പറേറ്റ് കമ്പനി, സാധാ ഒരു മീഡിയം സൈസ് LLC, ഒരു കുഞ്ഞൊരു മൈക്രോ ബിസിനസ് ആവാം, നമ്മുടെ സ്വന്തം പേരിൽ റൺ ചെയ്യുന്ന ബിസിനസ് ആവാം. ഫോർ എക്സാമ്പിൾ ഞാൻ വണ്ടി വാങ്ങിച്ചു വെക്കുന്നു. അപ്പോൾ ഞാൻ വണ്ടി സ്ഥിരം വാങ്ങിച്ചു വെക്കുന്നു, പക്ഷെ എനിക്ക് രജിസ്ട്രേഷൻ ഇല്ലെങ്കിലും അതൊരു ബിസിനസ് ആയി മാറി. അപ്പോൾ ഇത് ലീഗലാണോ ഇല്ലീഗലാണോ ഇസ് എ സെക്കൻഡറി ക്വസ്റ്റ്യൻ. ഞാനൊരു ബിസിനസ് നടത്തുവാണെങ്കിൽ ആ ബിസിനസിന്റെ പ്രോഫിറ്റ് ചെയ്യുന്ന 9% ടാക്സേഷൻ ഐ വിൽ ഹാവ് ടു കമ്പ്യൂട്ട്. ഇപ്പം ഇൻഡിവിജ്വലിന്റെ പേരിൽ ഫോർ എക്സാമ്പിൾ സോഷ്യൽ മീഡിയയുടെ കാലത്തിൽ ഇൻഫ്ലുവൻസേഴ്സ്, അപ്പോൾ നമുക്ക് കൂടുതൽ ഇൻഫ്ലുവൻസേഴ്സ് ദേ ആർ ഡൂയിങ് പ്രൊമോഷൻസ് ഓർ ക്യാമ്പയിൻസ് ആൻഡ് അവർക്ക് കിട്ടുന്ന ഇൻകം അവരുടെ സ്വന്തം പേരിൽ, ചിലപ്പോൾ ഒരു കമ്പനി ഉണ്ടാവില്ലായിരിക്കും, പക്ഷെ അവരുടെ സ്വന്തം പേരിൽ കിട്ടുന്ന ഈ ഇൻകം ആയാലും അതൊരു ബിസിനസ് ഇൻകം ആയി മാറി. അപ്പോൾ ആ ബിസിനസ് ഇൻകം ക്യാൻ ഓൾസോ ബി സബ്ജക്ട് ടു കോർപ്പറേറ്റ് ടാക്സ് ഓവർ ഹിയർ. സോ ഇൻ ഷോർട്ട്, വലിയ ബിസിനസ് ആയാൽ ചെറിയ ബിസിനസ് ആയാൽ ഡസന്റ് മാറ്റർ, സോ ലോങ് ആസ് ഇറ്റ് ഈസ് എ ബിസിനസ്. ഒരു ബിസിനസ് ആണെങ്കിൽ അതിൽ കോർപ്പറേറ്റ് ടാക്സ് അട്രാക്റ്റ് ആയി വരുന്നുണ്ട്. ഓക്കെ. ആൻഡ് എന്ത് സ്റ്റെപ്സ് ആണ് ഒരു ബിസിനസ് കോർപ്പറേറ്റ് ടാക്സുമായി കംപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കേണ്ടത്? വാക്ക് us through the compliance process including documentation, reporting and filing procedures. Sure. So corporate tax regulation is quite vast. അതായത് ഒരു കടൽ പോലെയാണ്. ആദ്യം കോർപ്പറേറ്റ് ടാക്സ് നിയമം വന്നപ്പോഴത്തേക്കും ഇറ്റ് വാസ് മിയർലി ലെസ് ദാൻ 100 pages, ഒരു 70 pages ഒക്കെ ഉള്ളായിരുന്നു. വെരി ഷോർട്ട്, വെരി തിൻ ലോ ആയിരുന്നു. പക്ഷെ മറിച്ച് ഇൻ 1.5 years ടൈം മോർ ദാൻ 32 or more than that actually, around 33 more decisions, laws came, and not just laws, many guidelines or many clarifications have come out. And ഈ ഓരോ ക്ലാരിഫിക്കേഷൻ നമുക്ക് വായിച്ച് മനസ്സിലാക്കേണ്ടി വരും. നമുക്ക് ഇത്രയും റെഗുലേഷൻസ് വരുമ്പോഴത്തേക്കും നമ്മുടെ ഫസ്റ്റ് കംപ്ലൈൻറ്റ് സ്റ്റെപ്പ് ഇസ് കണക്ക് വെക്കണം. മെയിൻറ്റെയിൻ അക്കൗണ്ട്സ്, ദാറ്റ് ഈസ് യുവർ സ്റ്റാർട്ടിംഗ് പോയിന്റ്. മെയിൻറ്റെയിനിങ് അക്കൗണ്ട്സ് ഇസ് ദ ഫസ്റ്റ് കീ ടു ഷെയർ ഡേറ്റ വിത്ത് ഗവൺമെന്റ്. സ്വന്തം നമുക്ക് തന്നെ ബോധിക്കാവുന്ന ഒരു അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് ആയിരിക്കണം. അപ്പോൾ ഈ കോർപ്പറേറ്റ് ടാക്സ് വരുമ്പോഴത്തേക്കും പുതിയൊരു പാർട്ട്ണറും നമ്മുടെ ബിസിനസ്സിൽ കയറി, വിച്ച് ഇസ് നത്തിങ് ബട്ട് ദ ഗവൺമെന്റ്. അവരൊരു സൈലന്റ് പ്രോഫിറ്റ് മാത്രം ഇരിക്കുന്ന ഒരു പാർട്ട്ണർ എന്ന് പറയാം ഓൺ എ ലൈറ്റ് സ്കെയിൽ. സോ ഒരു പാർട്ട്ണറായി വരുമ്പോൾ വി വിൽ ഹാവ് ടു ഗിവ് ദം accurate accounts and prove them that this is my income and ഇതിൽ നിങ്ങൾക്ക് ഇത്രയുമാണ് ഷെയർ എന്ന് പറയണം. So maintaining accounts is your first key step that you'll have to do. And second thing is you will have to be proactively aware of all the laws that are happening. എല്ലാ അപ്ഡേറ്റ്സ് വരുന്നത്, എല്ലാ നിയമം ഇറങ്ങുന്നത്, ഡിസിഷൻസ് ഓർ ക്ലാരിഫിക്കേഷൻസ് ഇറങ്ങുമ്പോൾ നമ്മൾ തന്നെ അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ടന്റ്മാർ അല്ലെങ്കിൽ നമ്മുടെ ടാക്സ് പ്രൊഫഷണലിൻ്റെ ഒരു ഹെൽപ്പ് എടുത്ത് അറിഞ്ഞിരിക്കേണ്ടി
വെക്കണം. Okay. So maintaining accurate accounts and staying updated with the law are the first two things you'll have to do. പിന്നെ ബാക്കി documentation എന്ന് പറയുമ്പോൾ the law states that ഇന്ന് നടക്കുന്ന എല്ലാ documents will have to maintain for a minimum of 7 years from the end of your tax period. Okay. അപ്പോൾ at least 7 years we will have to maintain the documents, bills, invoices, supportings, ഇതെല്ലാം minimum 7 years from the year end we will have to maintain for tax purposes. അതല്ലാതെ if you are going to the filing, now corporate tax filing is once a year, it's an annual filing. VAT is 4 times അല്ലേ? VAT is 4 times, correct. Okay. എല്ലാ 3 മാസം കൂടുമ്പോൾ നമ്മൾ VAT submission നടത്തുന്നുണ്ട്. But instead corporate tax വരുമ്പോൾ it's an annual basis. Okay. ഒരു കൊല്ലം say January to December 2024 എടുക്കുവാണെങ്കിൽ ഒരു കൊല്ലം കഴിഞ്ഞിട്ട് within 9 months we have to do our first filing and first payment. Okay. So our filing criteria, filing obligations ഒക്കെ നമുക്ക് വരുന്നുണ്ട്. And that also every businesses must be aware of how to do it, or maybe take their corporate tax professionals help on doing it. Okay. And a step before filing itself that I should have told is corporate tax registration. Okay. All businesses must make sure that they are registered for corporate tax registration. അതിന്റെ ഐഡിയൽ സ്റ്റേജ് ഇപ്പോൾ ഓൾറെഡി ട്രേഡ് ലൈസൻസ് ഉള്ള ഒരു കമ്പനി ഇപ്പോൾ ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ ടുഡേ ഷുഡ് ബി ദ ഡേ, റൈറ്റ്? Yes. And now ഇതുവരെയുള്ള കമ്പനീസിന് ആക്ച്വലി ഡെഡ്ലൈൻ കഴിഞ്ഞിട്ടുണ്ട്. 31st December 2024 was the last deadline for all the companies that already began. March, any companies that are opening up today, within 3 months we have to take the corporate tax registration എന്ന് നിയമം പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇന്നൊരു ബിസിനസ് തുടങ്ങിയ within 3 months I have to make sure ഞാൻ FTA എടുത്തു പോയിട്ട് ടാക്സ് രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്നു. Okay, so in the stage already you've mentioned what stage one should register for this corporate tax, and oru endha panna, is it mandatory for all businesses to register for corporate tax? Ella businessnum nirbandhano cheyan? Yes, in this case every businesses must make sure that they register for corporate tax. Exemptions valla unda? വലിയൊരു കമ്പനിക്കുള്ളൊരു റെസ്പോൺസിബിലിറ്റി അല്ല ടാക്സ് രജിസ്ട്രേഷൻ എടുക്കേണ്ടത്. മറിച്ച് എല്ലാ ബിസിനസ്സസ്, ഇപ്പം UAE എല്ലാ കമ്പനിക്ക് ട്രേഡ് ലൈസൻസ് ഉണ്ട്, ഇവരെല്ലാവരും പോയി കോർപ്പറേറ്റ് ടാക്സ് രജിസ്ട്രേഷൻ എടുത്തേ പറ്റൂ. ദേ മൈറ്റ് നോട്ട് ഹാവ് എനി ഇൻകം, റവന്യൂ ഇല്ലാത്തൊരു കമ്പനി ആയിരിക്കാം, പ്രോഫിറ്റ് ഇല്ലാത്തൊരു കമ്പനി ആയിരിക്കാം, പക്ഷെ ഇതൊന്നും ഒരു ക്രൈറ്റീരിയ അല്ല. നിങ്ങളൊരു ബിസിനസ് ആണെങ്കിൽ യു വിൽ ഹാവ് ടു മേക്ക് ഷുവർ യു രജിസ്റ്റർ ഫോർ കോർപ്പറേറ്റ് ടാക്സ്. മറിച്ച് ദർ ക്യാൻ ബി സിറ്റുവേഷൻസ് വെയർ നമ്മുടെ സ്വന്തം പേരിൽ ചെയ്യുന്ന ബിസിനസ്സസ്, അപ്പൊ അവിടെ മാം ചെറുതായിട്ട് ചോദിച്ചതുപോലെ എന്തെങ്കിലും എക്സെപ്ഷൻസ് ഉണ്ടോ? ദർ ആർ സർട്ടൻ എക്സെപ്ഷൻസ്, but exceptions for natural people or natural persons or sole establishments. അതായത് സോൾ എസ്റ്റാബ്ലിഷ്മെന്റ് അല്ലെങ്കിൽ നാച്ചുറൽ പേഴ്സൺ സ്വന്തം പേരിൽ നടത്തുന്ന ഒരു ബിസിനസ് ആണെങ്കിൽ നമുക്ക് 1 million ടേൺ ഓവർ ഉണ്ടെങ്കിൽ മാത്രം മോട്ടിവേഷണൽ സ്പീക്കർ ഒക്കെ ഈ കാറ്റഗറി പെടുമായിരിക്കുമല്ലോ അല്ലേ? മോട്ടിവേഷൻ സ്പീക്കർ ഇതിൽ പെടാം. നമ്മൾ കുറച്ച് നേരം മുന്നേ പറഞ്ഞത് ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയാലും, ഒരു ഇൻഫ്ലുവൻസർ 1 million ദിറംസിന്റെ മേൽ റവന്യൂ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഡ്യൂറിംഗ് ജനുവരി ടു ഡിസംബർ ഓഫ് എ പെർട്ടിക്കുലർ ഇയർ, then even that freelancer should make sure that they go get a tax registration. ലൈസൻസ് ഉണ്ടോ ഇല്ലയോ is a secondary question. നിങ്ങളൊരു ബിസിനസ് ഇൻകം ജനറേറ്റ് ചെയ്യുന്നുണ്ടോ? ഇഫ് യെസ്, സ്വന്തം പേരിലാണെങ്കിൽ 1 million ക്രോസ് ചെയ്താൽ മാത്രം രജിസ്റ്റർ ചെയ്യേണ്ടി വരുന്നുള്ളൂ. ഈ ഒരു ചെറിയ എക്സെപ്ഷൻ നമുക്ക് കിട്ടുന്നു. All right. And what if a company delays the registration? ഇപ്പോൾ നമ്മൾ ഒന്ന് കുറച്ച് കഴിയട്ടെ എന്ന് വെച്ചിരിക്കുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ, കുറച്ച് പേര്. അപ്പോൾ അങ്ങനെയുള്ള പ്രവാസികൾ ആരെങ്കിലും ഇതിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ, വാട്ട് ഇഫ് ദേ ഹവ് ഡിലേഡ് ദിസ് കോർപ്പറേറ്റ് ടാക്സ് രജിസ്ട്രേഷൻ, അങ്ങനെയാണ് എങ്കിൽ എന്തെങ്കിലും പെനാൽറ്റീസോ ലീഗൽ ഇഷ്യൂസോ എന്തെങ്കിലുമൊക്കെ അവർക്ക് ഇതുവരെ ഡിലേ ചെയ്തവർക്ക് വരാൻ ചാൻസ് ഉണ്ടോ? വരാൻ ചാൻസ് ഉണ്ട്. അതായത് ഒരു ബിസിനസ് ആണെങ്കിൽ we are supposed to register within the timeline that was specified. ഇപ്പം the latest deadline that was given was 31st December 2024. മറിച്ച് പുതിയൊരു കമ്പനി, അതായത് 1st March 2024 മുന്നേ ഉള്ള ബിസിനസ് ആയിരുന്നെങ്കിൽ 31st December 2024 ആയിരുന്നു the latest deadline. അതിൻ്റെ ഇടയിൽ ചെയ്തിട്ടില്ലെങ്കിൽ then yes, late registration penalty എന്ന് പറഞ്ഞൊരു പെനൽറ്റി FTA will impose. And അതിന്റെ എമൗണ്ട് എന്ന് വെച്ചാൽ 10,000 dirhams ആണ്. അപ്പോൾ registering late for corporate tax will attract 10,000 dirhams penalty for your business. And ഈ deadline പറഞ്ഞു 31st December 2024 was for businesses that were already incorporated before
1st March 2024. ഈ 1st March 2024 ശേഷമുള്ള ബിസിനസ്സസ് ആണെന്നുണ്ടെങ്കിൽ within 3 months from opening your company. Okay. So within 3 months, they are supposed to get themselves registered. Or whether you are having like 1 million or not, you have to register it. Yes, ഇവിടെ By default. except in this exception for these people, അതായത് സോൾ എസ്റ്റാബ്ലിഷ്മെന്റ് ലൈസൻസ് ആണെങ്കിൽ അല്ലെങ്കിൽ സ്വന്തം പേരിലെടുത്ത ഒരു ഫ്രീലാൻസർ ബിസിനസ് ആവാം, സ്വന്തം പേരിൽ റൺ ചെയ്യുന്ന ബിസിനസ് ആണെങ്കിൽ then we have this exception. അതായത് 1 million ആയാൽ മാത്രം ചെയ്താൽ മതി. Alright. പക്ഷെ ബാക്കി നമുക്ക് സാധാ LLC കമ്പനീസിനൊക്കെ അല്ലെങ്കിൽ സോൾ പ്രൊപ്പറേറ്റർ LLC, സിംഗിൾ പേഴ്സൺ LLC എന്ന് കാണും. ഇങ്ങനത്തെ LLC കമ്പനീസ് ആയാൽ then yes, we will have to get themselves registered within the timeline itself. Alright. മറ്റൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ചെറിയ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ ഗ്രോസറീസ് ആവട്ടെ, ബ്യൂട്ടി പാർലേഴ്സ് ആവട്ടെ, അല്ലെങ്കിൽ ബുട്ടീക്കുകളാവട്ടെ, ചെറുതൊക്കെ. അപ്പോൾ ദേ ഡോണ്ട് ഹാവ് എ ഫുൾ ടൈം അക്കൗണ്ടന്റ്. പലപ്പോഴും ഓണർ തന്നെ ആയിരിക്കും വന്നിട്ട് ബില്ലെല്ലാം കൂടെ കൂട്ടിയിട്ട് അങ്ങനെയുള്ളൊരു ബേസിക് ആയിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ ഹൗ ഡു ദേ ഐ മീൻ do they have to hire a tax consultant for this? How is it possible? ഒന്ന് ഗൈഡ് ചെയ്യാവോ? That's a very valid question because in UAE, heart and soul of the business here is SME sector, the small and medium enterprises. അപ്പോൾ ഗ്രോസറി ആവാം, ചെറിയ സലൂൺ ആവാം, ചെറിയ ബാർബർ ഷോപ്പ്, ഒരു കഫ്റ്റീരിയ ആവാം. അപ്പോൾ ഇവർക്കൊക്കെ മെയിൻറ്റെയിനിങ് അക്കൗണ്ട്സ് or maintaining records is a must. But there are certain reliefs for them. അതായത് if you're below 3 million dirhams in revenue, okay, then the authorities or the government is giving a relief saying that നിങ്ങൾ കണക്ക് വെക്കുവാണെങ്കിൽ സിമ്പിൾ ആയിട്ട് ഒരു കണക്ക് വെച്ചാൽ മതി. ഒരു ക്യാഷ് ബേസിസ് അക്കൗണ്ടിങ്, ഇൻകം എത്ര വന്നു, ചെലവ് എത്ര കൊടുത്തു, ഇതിന്റെ ബേസിക് ഡേറ്റ അങ്ങ് റെക്കോർഡ് ചെയ്ത് വെച്ചാൽ മതി. ആൻഡ് ഓൾസോ ടാക്സ് ഫയലിങ്ങിലോട്ട് വരുമ്പോൾ if their revenue is below 3 million dirhams in a year, okay, they can choose an option or choose a relief called small business relief. അതായത് 3 മില്യന്റെ അടിയിലുള്ള റവന്യൂ ഉണ്ടെങ്കിൽ സ്മോൾ ബിസിനസ് റിലീഫ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ നമുക്ക് എന്ത് പ്രോഫിറ്റ് ഉണ്ടായാലും വി പേ 0% ടാക്സ്. പക്ഷെ ഇതൊരു ചെറിയ ഇൻട്രൊഡക്ടറി ഓഫർ എന്ന് പറയാം ഇതിന്. അതായത് ദിസ് ഇസ് ആപ്ലിക്കബിൾ ഫോർ ദ ഫസ്റ്റ് 3 ടാക്സ് പീരിയഡ്സ് ടിൽ ഡിസംബർ 2026. അപ്പോൾ ഡിസംബർ 2026 വരെയുള്ള കൊല്ലം എല്ലാ കൊല്ലം 3 മില്യന്റെ അടിയിലുള്ള റവന്യൂ ഉണ്ടെങ്കിൽ അവർക്ക് 0% ടാക്സ് കൊടുത്താൽ മതി. അപ്പോൾ അതൊക്കെ കുറച്ചേറെ ഒരു റിലീഫ് ആയിരിക്കും. ഇപ്പോൾ ചെറിയൊരു സ്ഥാപനമാണെങ്കിൽ ഇങ്ങനത്തെ ചെറിയ റിലീഫ്സ് ഉണ്ട്. അക്കൗണ്ടിങ് ആയാലും സിമ്പിൾ അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്താൽ മതി. ടാക്സ് ഫയലിംഗ് ആണെങ്കിലും അവർക്ക് ഒരു സ്മോൾ ബിസിനസ് റിലീഫ് എന്ന ഓപ്ഷനും കൊടുത്തിട്ടുണ്ട് ഇവർക്ക്. ഓക്കെ. ആൻഡ് ഇൻ കേസ് ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനം അത്യാവശ്യം നന്നായിട്ട് ഓടുന്നതാണ്, ഒരു SME തന്നെ ആയിക്കോട്ടെ. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾക്ക് ഇപ്പോൾ ടാക്സ് ഇപ്പോൾ നമ്മുടെ ടാക്സിന് വേണ്ടിയിട്ട് പലപ്പോഴും ടാക്സ് കൺസൾട്ടൻസിനെ ഹയർ ചെയ്യുന്ന പോലെ ഈ കോർപ്പറേറ്റ് ടാക്സിനും നമുക്ക് മന്ത്ലി തന്നെ കൺസൾട്ടൻസിനെ എടുക്കണോ, ആനുവൽ ബേസ്ഡ് കൺസൾട്ടന്റ് ആയിരിക്കും, വിച്ച് ഇസ് മോർ ഫേവറബിൾ ഫോർ സച്ച് ബിസിനസ്സസ്? ദാറ്റ് ഇസ് എ വെരി വാലിഡ് ക്വസ്റ്റ്യൻ ഓൾസോ ഓവർ ഹിയർ. കാരണം ഫോർ എക്സാമ്പിൾ ഞാൻ വാറ്റ് എടുത്താൽ വാറ്റ് ഇസ് ഹാപ്പനിങ് every 3 months. Value added tax return filing is happening every 3 months. അതായത് ഒരു കൊല്ലത്തിൽ 4 വട്ടം നടക്കുന്നുണ്ട്. അപ്പോൾ ബിസിനസ്സസ് ടെൻഡ് ടു engage with a tax consultant every 3 months. അതായത് വാറ്റ് ഫയലിംഗ് വരുമ്പോൾ ആ മാസം അവരുടെ ഹെൽപ്പ് എടുക്കുന്നുണ്ട് എന്ന് പറയുന്നതുപോലെ ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ് കോർപ്പറേറ്റ് ടാക്സിന്റെ കേസ് വരുമ്പോൾ ഇറ്റ്സ് ആൻ ആനുവൽ ഫയലിംഗ്, വർഷത്തിൽ ഒരു വട്ടം മാത്രം നടക്കുന്നത്. അപ്പോൾ ബൈ ഡിഫോൾട്ട് ആൾക്കാർ ഓർ ബിസിനസ് ഓണേഴ്സ് വുഡ് പ്രെഫർ engaging a tax professional once a year. ആ ഒരു മാസം ബിഫോർ ഫയലിംഗ് നമ്മുടെ കമ്പ്യൂട്ടേഷൻ ശരിയാണോ, ഇതുവരെ ചെയ്തെല്ലാം ശരിയാണോ എന്ന് നോക്കിയിട്ട് ഫയലിങ്ങിനും സഹായിച്ചാൽ that will be the one time they are engaging. മറിച്ച് there are different companies, അതായത് വലിയ രീതിയിൽ ഓടുന്ന കമ്പനീസ് ആവാം or മീഡിയം സൈസ് ഓടുന്ന കമ്പനീസ് ആവാം. they will prefer എല്ലാ മാസം അവരുടെ അക്കൗണ്ട്സ് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ, അവരുടെ ഡോക്യുമെന്റേഷൻ കൃത്യം റെക്കോർഡ് ചെയ്ത് വെക്കുന്നുണ്ടോ, അവരിട്ടിരിക്കുന്ന എക്സ്പെൻസസ് എല്ലാം വാലിഡ് എക്സ്പെൻസസ്, ഇതിന്റെ അഗൈൻസ്റ്റ് ആയിട്ട് ബിൽസ് ഉണ്ടോ, ഇതെല്ലാം കൃത്യമായിട്ട് നോക്കി നടത്താൻ വേണ്ടിയിട്ട് യെസ് ചിലപ്പം എല്ലാ മാസം ദേ ക്യാൻ എൻഗേജ് വിത്ത് എ ടാക്സ് പ്രൊഫഷണൽ, ചിലപ്പം എല്ലാ ക്വാർട്ടർ ആവാം, ഡിപ്പെൻഡിങ് ഓൺ ദ സൈസ് ഓഫ് ദ കമ്പനി. സോ ദർ ഇസ് നോ ഫിക്സ്ഡ് റൂൾ ആസ് സച്ച്. ഇൻസ്റ്റെഡ് കമ്പനിയുടെ ഒരു റിക്വയർമെന്റ് അനുസരിച്ച് ദേ ക്യാൻ ഫീൽ ഫ്രീ ടു എൻഗേജ് എ ടാക്സ് പ്രൊഫഷണൽ. Thank you so much for that. Okay, അപ്പോൾ once the tax return is filed, who is responsible to pay the corporate tax? The business owner ആണോ, ഷെയർ ഹോൾഡർ ആണോ, ആരാണ് റെസ്പോൺസിബിൾ? ഇൻ ദിസ് കേസ് നമുക്കറിയാം കോർപ്പറേറ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ടാക്സേഷൻ ഓൺ ദി ബിസിനസ്സസ്. ഒരു ബിസിനസിന്റെ പ്രോഫിറ്റിന്റെ മേലാണ് ഈ കോർപ്പറേറ്റ് ടാക്സ് കമ്പ്യൂട്ട് ചെയ്യുന്നത്. ഇൻ ദി സെയിം ലൈൻസ് ഇറ്റ്സെൽഫ്
corporate tax must be borne and it is an expense or it will be paid by the company Okay. and ഓണറുടെ പോക്കറ്റിൽ നിന്ന് പോകുന്നൊരു ടാക്സേഷൻ അല്ലെങ്കിൽ ആ ബേർഡൻ അല്ല. ഈ ബിസിനസ്സിൽ ഫണ്ട് ഇല്ലെങ്കിൽ ഒബ്വിയസ്ലി ഓണർ ഇച്ചിരി ഫണ്ട് ഇടേണ്ടി വരും. Okay. ബട്ട് അതർ ദാൻ ദാറ്റ് ഇറ്റ് ഇസ് എൻ എക്സ്പെൻസ് ഓർ ഇറ്റ് ഇസ് എ ലയബിലിറ്റി ഓഫ് ദി കമ്പനി ആൻഡ് നോട്ട് ദി ഓണർ. മറിച്ച് ബിസിനസ്സസ് ക്യാൻ ബി ഇൻ ദ നെയിം ഓഫ് ഇൻഡിവിജ്വൽ പീപ്പിൾ ഓൾസോ, അതായത് നാച്ചുറൽ പേഴ്സൺ. ആ ഒരു സിറ്റുവേഷൻ ആകുമ്പോൾ ദ ബിസിനസ് ഓർ ദി ഓണർ ആർ വൺ ആൻഡ് ദ സെയിം. ആ സിറ്റുവേഷൻസിൽ ദി ഓണർ ഇറ്റ്സെൽഫ് വിൽ ഹാവ് ടു incur or bear the liability of paying the taxation. Okay. But in all other cases ഒരു കോർപ്പറേറ്റ് ഒരു സാധാ കമ്പനി ഒരു LLC കമ്പനി ഒക്കെ ആണെങ്കിൽ കമ്പനി തന്നെയാണ് ടാക്സേഷൻ കൊടുക്കേണ്ടതും അതിൻ്റെ ലയബിലിറ്റി റെക്കോർഡ് ചെയ്യേണ്ടതും. ഓക്കെ. ആൻഡ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വാറ്റ് വന്നപ്പോൾ ഇനീഷ്യൽ ഒരു ഒരു സ്- ഒരു ഒരു സ്കെയർ പീരീഡ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇറ്റ്സ് വെരി കംഫർട്ടബിൾ. ലൈക്വൈസ് ഇപ്പോൾ കോർപ്പറേറ്റ് ടാക്സ് വന്നിട്ട് സോ ഫാർ വളരെ പീസ്ഫുൾ ആയിട്ട് തന്നെ പീപ്പിൾ ആർ ഹാപ്പി വിത്ത് ഇറ്റ്, റൈറ്റ്? Indeed. That's a very good way to put it also. കാരണം 2018 ആദ്യമായിട്ട് വാറ്റ് റോൾ ഔട്ട് ചെയ്തപ്പോഴത്തേക്കും എവ്രി വൺ ഹാഡ് അജിറ്റേഷൻ ഓർ പേടി ഉണ്ടായിരുന്നു. കാരണം ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ടാക്സേഷൻ യുഎയിൽ വരുന്നത്. ബിക്കോസ് ബിഫോർ 2018 ഫോർ കോമൺ ബിസിനസ്സസ് ദർ വാസ് നോ ടാക്സേഷൻ ആസ് സച്ച്. പക്ഷെ 2018 വന്നപ്പോഴത്തേക്കും ആദ്യമായിട്ട് ഒരു ടാക്സേഷൻ്റെ ബേർഡൻ ഒരു ലയബിലിറ്റി ഒരു റെസ്പോൺസിബിലിറ്റി വന്നപ്പോഴത്തേക്കും എല്ലാവർക്കും നല്ല രീതിയിൽ ഒരു പേടിയും ഒരു റെസ്പോൺസിബിലിറ്റി ഫീലിംഗ് ഉണ്ടായിരുന്നു. ആൻഡ് തിങ്സ് വർ അജിറ്റേറ്റഡ്. ഇത്ര നാളും കണക്ക് വെക്കാത്ത കുറെ ബിസിനസ്സസ് ഉണ്ടാവും. അപ്പോൾ അവർ കണക്ക് വെക്കാൻ തുടങ്ങുന്നുണ്ട്. ദേ ഹാവ് ടു സബ്മിറ്റ് ടു ദ ഗവൺമെന്റ്. ആൻഡ് ഫോർ മെജോറിറ്റി പീപ്പിൾ എല്ലാ 3 മാസം കൂടുമ്പോഴത്തേക്കും, അതായത് വർഷത്തിൽ 4 വട്ടം ദേ ഹാവ് ടു ഫയൽ ദെയർ VAT റിട്ടേൺസ് ഓൾസോ. Now from 2018 till 2024 you could say for most of the business, till that period only VAT was there. പക്ഷേ 2024 തൊട്ട് നമുക്ക് കോർപ്പറേറ്റ് ടാക്സും ആപ്ലിക്കബിൾ ആയി വന്നു ഇവിടെ. 2024 അല്ല, ഇറ്റ്സ് ഫോർ ഫൈനാൻഷ്യൽ ഇയേഴ്സ് സ്റ്റാർട്ടിംഗ് ഓൺ ഓർ ആഫ്റ്റർ June 2023. But for majority of the companies, January to December 2024 is their first tax period. Okay. അപ്പോൾ ഈ ഒരു ടൈം പീരീഡിൽ എത്തിയപ്പോഴത്തേക്കും മോസ്റ്റ് ഓഫ് ദി ബിസിനസ്സസ് ഹാവ് മെച്ചുവർഡ്. അവർക്ക് എന്താ ചെയ്യേണ്ടത്, എങ്ങനെ ചെയ്യേണ്ടത് കണക്കൊക്കെ വെച്ചിട്ടുണ്ടാവും. ആൻഡ് ദേ ആർ ടേക്കിംഗ് ദിസ് ഇൻ എ മോർ മെച്ചുവർ മാനർ. നോട്ട് ജസ്റ്റ് ദ ബിസിനസ് ഓണേഴ്സ്, നമ്മുടെ ടാക്സ് അതോറിറ്റി ആയാലും VAT വന്നപ്പോൾ അവർക്കും ഇറ്റ് വാസ് എ ബിഗ് റെസ്പോൺസിബിലിറ്റി ടു ഇംപ്ലിമെൻറ്റ് VAT. പക്ഷേ കോർപ്പറേറ്റ് ടാക്സ് വന്നപ്പോഴത്തേക്കും അവർക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ട്. അതായത് ഇത്രയും നാളും വാറ്റ് ചെയ്തവരെ നമുക്കിപ്പം പുതിയൊരു ടാക്സേഷൻ റോൾ ഔട്ട് ചെയ്യുമ്പോൾ അവർക്ക് അതിൻ്റെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ, അതിൻ്റെ ഒരു ഐഡിയാസ് ഉണ്ടാവും. How business people are going to react to it and how business owners are going to react to putting taxation. രണ്ട് സൈഡിലും ഒരു മെച്ചൂരിറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ കമ്പയർ ടു VAT, യെസ് എ ലിറ്റിൽ മോർ കാമർ വൺ. പക്ഷെ എല്ലാവർക്കും ആ ടാക്സ് കൊടുക്കേണ്ട ഒരു പേടിയുമുണ്ട്. റൈറ്റ്. ഇപ്പോൾ നമുക്ക് അറിയാം, ഐ മീൻ ദിസ് ഇസ് മാൻഡേറ്ററി. അപ്പോൾ എന്ത് പ്രൊആക്റ്റീവ് സ്റ്റെപ്സ് എടുത്തിട്ട് നമുക്ക് നമ്മുടെ ബിസിനസ്സിന് എന്തെങ്കിലും ടിപ്സാണ് ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്. പ്രൊആക്റ്റീവായിട്ട് എന്ത് സ്റ്റെപ്സ് എടുത്തിട്ട് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് നമുക്ക് കംപ്ലയൻ്റ് ആയിട്ട് ഇരിക്കാൻ സാധിക്കും? ഷുവർ. നൗ കംപ്ലയൻസ് എന്ന ഫീൽഡിലോട്ട് എത്തുമ്പോഴത്തേക്കും ലൈക്ക് ഐ സെഡ് ഏർലിയർ, ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ ഇറ്റ്സ് വെരി ഈസി ടു സ്റ്റാർട്ട് എ ബിസിനസ്. പക്ഷേ ബിസിനസ് നിലനിർത്തണമെങ്കിൽ we'll need to make sure we are complying with the rules and regulations of the country. അപ്പോൾ കംപ്ലയൻസ് രണ്ട് രീതിയിലാവും. ഒരെണ്ണം ഇസ് an imposed compliance, അതായത് ചെയ്തില്ലെങ്കിൽ ഫൈൻ വരും എന്ന രീതിയിൽ ഇമ്പോസ്ഡ് ഡിസിപ്ലിൻ അല്ലെങ്കിൽ ഒരു ഇമ്പോസ്ഡ് കംപ്ലയൻസ് വരുന്നുണ്ട്. ഇപ്പം മാം ചോദിച്ചൊരു ചോദ്യമാണെങ്കിൽ ലേറ്റായിട്ട് CT കോർപ്പറേറ്റ് ടാക്സ് രജിസ്റ്റർ ചെയ്താൽ ഒരു പെനാൽറ്റി അവിടെ വരുന്നുണ്ട്. അത് കാരണം എല്ലാവരും പോയി പെട്ടെന്ന് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് നോട്ട് എ പ്രൊആക്റ്റീവ് അപ്രോച്ച്, ബട്ട് കൂടുതൽ ബിസിനസ്സസ് ആർ നൗ ട്രൈങ് ടു ബി മെച്യൂർ ആൻഡ് പ്രൊആക്റ്റീവ് ഇൻ ദിസ് കേസ്. അതായത് ഒരു ഫൈൻ വരുന്നതിന് മുന്നേ തന്നെ they are being updated with the law. Yes. First step is you will have to be aware of the law. അതായത് നിയമം വരുമ്പോൾ we have to get ourselves updated. നിങ്ങളാവാം, നിങ്ങളുടെ അക്കൗണ്ടന്റ്മാരാവാം, whoever it is, or you could have a tax professional come into the picture and they could be the ones updating you. അപ്പോൾ staying updated with the new laws in the country is the first step to be proactive. And then second thing, ചോദിച്ചില്ലെങ്കിലും നമുക്ക് നമ്മുടെ ബിസിനസ് ഓണേഴ്സിന് കണക്ക് എന്തായാലും മെയിൻറ്റെയിൻ ചെയ്യണം. കൃത്യമായിട്ട് എത്ര വരുമാനം വന്നു, എത്ര ചെലവായി, എത്ര പ്രോഫിറ്റായി, നമുക്ക് വേണ്ടി തന്നെ we will have to maintain an account. And that is the second proactive step that every business must do. അപ്പോൾ ഈ രണ്ട് കീ ആസ്പെക്ട്, അതായത് നിയമം അറിയുക, അറ്റ് ദ സെയിം ടൈം സ്വന്തമായിട്ട് തന്നെ കീപ് യുവർ അക്കൗണ്ട്സ് കണക്ക് റെഡിയാക്കി വെക്കുക.
അത് നമുക്കപ്പോ ഫുൾ ഒരു ശരിക്കും ഒരു അച്ചടക്കം വരിക എന്ന് പറയല്ലേ ഒരു ബിസിനസ്സിന്, ഒരുവിധം റാദർ ദാൻ ജസ്റ്റ് റണ്ണിങ് ആഫ്റ്റർ ഒരു ഓട്ടത്തിന് പകരം ഇപ്പൊ എല്ലാം കൂടുതൽ ഓർഗനൈസ്ഡ് ആയിട്ടാണ്. ആൻഡ് ഡെഫിനറ്റ്ലി ദിസ് വിൽ ഹെൽപ്പ് ദ കമ്പനീസ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. Yes. ആൻഡ് ഒരു മിഥ്യാധാരണയാണ് അടുത്ത എൻ്റെ ചോദ്യം വന്നിട്ടുള്ളത്. ഇപ്പോൾ ഫ്രീ സോൺ കമ്പനിയിലൊക്കെ ഈ പറയുന്ന ചില ആളുകൾ പറയുന്നുണ്ട് ദേ ആർ എക്സെംപ്റ്റ് ഫ്രം കോർപ്പറേറ്റ് ടാക്സ് എന്നൊക്കെ. ഇസ് ഇറ്റ് ട്രൂ? Well, technically they can be right, they can't be right also. Okay. Two ways of it. Now, free zone businesses in there is a special provision given to them. അതായത് നിങ്ങളൊരു ഫ്രീ സോൺ ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ and if you are following certain conditions or if you're fulfilling certain conditions, ആ സിറ്റുവേഷൻസിൽ മാത്രം can that free zone business get a 0% taxation, ഒരു beneficial taxation rate. എന്ത് പ്രോഫിറ്റ് ഉണ്ടായാലും 0% taxation will be applicable to them. പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ it depends on certain conditions. By default ഒരു free zone business can be considered as a 0% taxable business. പക്ഷേ അവർ ഏതെങ്കിലും കണ്ടീഷൻ ഫുൾഫിൽ ചെയ്തില്ലെങ്കിൽ they will be taxed at 9%. Okay. And it is not every businesses. There are certain businesses who are following certain activities or categories. Yes, അപ്പോൾ അതെനിക്ക് തോന്നുന്നു ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമുക്ക് നല്ല അതിലേക്ക് രീതി പോകണം. ഡീറ്റെയിൽഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പം ഒരു ബാർബർ ഷോപ്പ് ഫ്രീ സോണിൽ തുടങ്ങി, എനിക്ക് 0% ടാക്സേഷൻ അല്ല, എനിക്ക് സാധാ 9% ടാക്സേഷൻ തന്നെയാണ് വരാൻ പോകുന്നത്. സാധാ ഒരു റെസ്റ്റോറൻറ്റ് ഞാൻ ഫ്രീ സോണിൽ പോയി തുടങ്ങിയാലും എനിക്ക് അതിൽ ടാക്സേഷൻ നോർമൽ 9% തന്നെ പിടിക്കും, 0% ടാക്സേഷൻ അല്ല. മറിച്ച് ചില കാറ്റഗറീസ് ഓഫ് ബിസിനസ്സസ് ഡൂയിങ് സർട്ടൻ ക്വാളിഫൈങ് ആക്ടിവിറ്റീസ് എന്നൊരു ടെർമിനോളജി ഫോർ എക്സാമ്പിൾ ലോയിൽ ഉപയോഗിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഇറ്റ് ക്യാൻ ബി distribution of goods or materials, or it can be manufacturing of goods or materials. ചില logistics based companies or shipping based companies, ഇങ്ങനത്തെ ചില സ്പെസിഫൈഡ് ആക്ടിവിറ്റീസ് ഉണ്ടാവും. അങ്ങനത്തെ ബിസിനസ്സസ് if they're doing it from a free zone, then yes, they can benefit from a 0% tax provided ബാക്കി എല്ലാ ചില കണ്ടീഷൻസ് ഒക്കെ ഫുൾഫിൽ ചെയ്യുന്നുണ്ടെങ്കിൽ. അപ്പോൾ that requires a very detailed study. ഇപ്പോൾ നിങ്ങളൊരു ഫ്രീ സോൺ ബിസിനസ് ആണെങ്കിൽ റൈറ്റ് അവേ ഗെറ്റ് എ ടാക്സ് പ്രൊഫഷണൽ, നിങ്ങളുടെ ബിസിനസ് ആക്ടിവിറ്റി നോക്കുക, നിങ്ങളുടെ ഇൻകം, നിങ്ങളുടെ എക്സ്പെൻസസ് ഒക്കെ നോക്കുക, നിങ്ങളുടെ കമ്പനി സ്ട്രക്ചറിനെ മൊത്തത്തോടെ ഒന്ന് അനലൈസ് ചെയ്യുക, ആൻഡ് ദെൻ ലോ ആയിട്ടൊന്ന് കമ്പയർ ചെയ്തിട്ട് സീ വെദർ യു ആർ ഫുൾഫില്ലിംഗ് ഈച്ച് ആൻഡ് എവറി കണ്ടീഷൻ. ആ ഒരു സിറ്റുവേഷനിൽ മാത്രം ഒരു 0% ടാക്സേഷൻ ബെനിഫിറ്റ് ചെയ്യാം. ഗവൺമെന്റ് ആയിട്ട് തന്നെ ഒരു ബെനിഫിറ്റ് ഇങ്ങോട്ടേക്ക് തരുമ്പോൾ ദേ വിൽ ബി വെരി സ്ട്രിക്ട് വിത്ത് ഇറ്റ്. ഡെഫിനറ്റ്ലി. അപ്പം എന്നാലും ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ഇൻഫർമേഷൻ ഇതിനകത്ത് തന്നെ ഉണ്ട്. അപ്പോൾ നമ്മളെ കണ്ടുകൊണ്ടിരുന്ന പ്രേക്ഷകർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും കോൺടാക്ട് സംശയങ്ങൾക്ക് വേണ്ടിയിട്ടുണ്ടെങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി വാട്സ്ആപ്പ് അസ് ഓൺ NTV നമ്പർ, ഇല്ലെങ്കിൽ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പേഴ്സിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ആൻഡ് ഗെറ്റ് ദ റൈറ്റ് ടിപ്സ്, റൈറ്റ് അഡ്വൈസ് ഫ്രം ദ എക്സ്പേർട്ട് ഇൻ ദ ഏരിയ. സോ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് CA ജെയ്സൺ മണ്ഡപത്തിലാണ്. He is a chartered accountant from Hussain Al Shamsi Chartered Accountants. Thank you so much, Mr. Jason, for your valuable time. ഒരുപാട് ഇൻസൈറ്റ്ഫുൾ ആയിരുന്നു ഇന്നത്തെ എപ്പിസോഡ്. ഡെഫിനറ്റ്ലി കൂടുതൽ ഡീറ്റെയിൽസുമായി മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. യെസ്, അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണുന്നവരേക്കും നിർത്തുന്നു. ദിസ് ഇസ് ഡാന സുമൻ സൈനിങ് ഓഫ് വിത്ത് CA Jason Mandapatil from NTV Expert Advice. Keep watching NTV, UAE's #1 Indian television channel, available in UAE, Qatar and Saudi Arabia. NTV UAE, to the world.